അശോകൻ്റെ സിനിമ ഏടുകൾ നോക്കുകയാണെങ്കിൽ ദിലീപിനോടൊപ്പം തന്നെ ജയറാവുമായിട്ടുള്ള ചില കോമ്പിനേഷൻസ് വളരെ ശ്രദ്ധിക്കപ്പെടും. അയ്യോ, ഒരുപക്ഷെ ഇത്ര നന്നായി സിങ്കായിട്ടുള്ള നടന്മാരുണ്ടാവില്ല. ജയറാമും ശരിക്കും ജയറാം, ദിലീപ്, മുകേഷ് പടമൊക്കെ ഭയങ്കരമായിട്ട് ഇപ്പോഴും ജനങ്ങളുടെ മനസ്സിൽ നിൽക്കുന്ന ക്യാരക്ടേഴ്സാണ്. ഇതിൻ്റെ ഓരോ സീനുകളും അതെ, ആൾക്കാർക്ക് ഇപ്പോഴും വേണം പെട്ടെന്ന്. രാജൻഗിരിയത്ത് അതിൻ്റെ സ്ക്രിപ്റ്റിംഗ്, അനിൽ ബാബുവിൻ്റെ ഡയറക്ഷൻ. ഈ മികച്ച സംവിധായകന്മാർക്കെല്ലാം അശോകനോട് വലിയ താല്പര്യമാണ്, സൗഹൃദമാണ്. പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ തന്നെയും ഈ അശോകൻ എന്നുള്ള കഴിവുള്ള ഒരു നടനെ പല കാലഘട്ടത്തിലും മലയാള സിനിമ പയ്യങ്ങ് മാറ്റി നിർത്തി. ചില സമയത്തൊന്നും അശോകനെ കാണാനില്ല സിനിമയിൽ. മലയാള സിനിമയുടെ അനുസ്യൂതമായ പ്രഭാഗത്തിൽ ചില സ്ഥലങ്ങളിൽ മിസ്സിംഗ് ആണ് അശോകൻ. ശ്രദ്ധിച്ചിട്ടുണ്ടോ? എനിക്കറിയാം. ഞാൻ വളരെ കുറവാണ് സിനിമയിലിപ്പോൾ. എന്ത് പറ്റി അശോകൻ? എനിക്കൊന്നും പറ്റിയിട്ടില്ല. എനിക്കെന്തെങ്കിലും പറ്റിയാലല്ലേ ഞാൻ അങ്ങനെ എൻ്റെ കാര്യം പറയേണ്ട ആവശ്യമുള്ളൂ. ഒരു പക്ഷേ എന്നെ ഇഷ്ടപ്പെടാത്തതുകൊണ്ടായിരിക്കാം മലയാള സിനിമ, അതല്ലെങ്കിൽ എന്നെ ഇഷ്ടപ്പെടുന്നവരുടെ പടങ്ങളിൽ അങ്ങനെയുള്ള വേഷങ്ങൾ ഇല്ലാത്തതുകൊണ്ടായിരിക്കാം. അശോകൻ ഇപ്പം മലയാള സിനിമയിൽ നിന്ന് ഔട്ടായോ? ഒരു വാക്കുണ്ട് അങ്ങനെ, ഇല്ലെങ്കിൽ പടങ്ങളില്ലെങ്കിൽ ഔട്ടായി എന്ന് പറയാനായിട്ട്. പല നടന്മാരും ഇപ്പം അവൻ ഔട്ടായി കേട്ടോ, അവനില്ല. ഇത്രയും സജീവമായി നിറഞ്ഞു നിന്ന അശോകൻ ഈ ഒരു കാലഘട്ടത്തിൽ മലയാള സിനിമയിൽ നിന്ന് മാറി നിൽക്കുക എന്ന് പറയുമ്പോൾ, മാറി നിന്നല്ല അത്, മാറി നിൽക്കുക എന്ന് പറയുന്നത് ഇൻവേർട്ടർ കോമ അല്ലെ, മാറ്റി നിർത്തുക. മാറ്റി നിർത്തിയതും ആയിരിക്കില്ല ചിലപ്പോൾ. സത്യാവസ്ഥ എന്താണെന്ന് നമുക്കറിയില്ലല്ലോ. ചോദിച്ചില്ലേ ആൾക്കാരോട്? ഞാൻ എന്താ ചോദിക്കണത്? എൻ്റെ സുഹൃത്തുക്കളോട് ഞാൻ ചോദിച്ചിട്ടുണ്ട്. പക്ഷേ അവർ സിനിമയിലുള്ള എൻ്റെ സുഹൃത്തുക്കളോട് ഞാൻ ചോദിച്ചപ്പോൾ അങ്ങനൊരു വേഷമാണ് അവർക്ക് ആവശ്യം, ഞാൻ ചെയ്യേണ്ടത് ഇനി. അപ്പോൾ അങ്ങനൊരു വേഷം വരാതെ അവർക്ക് എന്നെ വിളിക്കാൻ പറ്റില്ല. ഇപ്പോൾ അങ്ങനെ എല്ലാ സുഹൃത്തുക്കളും, ഇപ്പോൾ ജോണി ആൻ്റണി, ലാൽ ജോസ്, പിന്നെ അതുപോലെ തന്നെ സിബി ഉദയന്മാർ, ദിലീപ്, അവർക്ക് അങ്ങനെ ത്രൂ ഔട്ട് കളിക്കാൻ പറ്റിയ ഒരു വേഷം ഞാൻ ചെയ്തത്, എനിക്ക് ചെയ്യാൻ പറ്റുന്നത് ഒന്ന്. മറ്റൊന്ന്, നമ്മൾ കുറച്ച് പടങ്ങളിൽ നിന്ന് ഇല്ലാതാവുമ്പോൾ അപ്പോൾ ആരാണ് അവിടെ ആ സ്ഥാനത്തേക്ക് വരുന്നത് വെച്ചാൽ അവർക്ക് കുറേ കളറുണ്ടാവും ആ സമയത്ത്. ഇനി അവരൊരു സമയമായിരിക്കും കുറച്ച് കാലം. അപ്പം അത് അങ്ങനെ എനിക്കും പറ്റിയിട്ടുണ്ട്, സംഭവിച്ചിട്ടുണ്ട്. വേറെ ആർട്ടിസ്റ്റുകൾ നിൽക്കുന്ന സമയത്തായിരിക്കും നമ്മൾ വരുന്നത്. അപ്പോൾ ഒരു പുതുതായിട്ടൊരു ഹോട്ടൽ തുടങ്ങിയാൽ ആ നല്ല ഭക്ഷണം കൊടുക്കുന്നുണ്ടെങ്കിൽ അവിടെ നല്ല തിരക്കുണ്ടാവും. കുറച്ച് കഴിഞ്ഞാൽ എൻ്റെ ഇപ്പോഴത്തെ ഒരു ഹോട്ടൽ വരികയാണെങ്കിൽ ഇതിനേക്കാൾ നല്ലൊരു ഭക്ഷണം കൊടുക്കാൻ തയ്യാറാകുമ്പോൾ, അല്ലെങ്കിൽ ആ ടേസ്റ്റ് ഇഷ്ടപ്പെടുമ്പോൾ ആൾക്കാർ ഇങ്ങോട്ട് പോകും. അപ്പോൾ ഇവിടെ സ്വാഭാവികമായിട്ട് ഇത്തിരി കച്ചവടം കുറയും. അങ്ങനെ സംഭവിക്കാറുള്ള കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ അശോകനകത്ത് പ്രത്യേകിച്ച് യാതൊരുവിധ വിഷമവും ഇല്ല. ഞാൻ എന്തിനാ വിഷമിക്കണേ? എനിക്ക് എന്തുണ്ടായിരുന്നു ആദ്യം? എനിക്കിങ്ങനെ എൻ്റെ ഇമേജും കൊണ്ട് ഇങ്ങനെ പോകണം, മരണം വരെ എനിക്ക് അഭിനയിക്കണം എന്നുണ്ട്, മരണം വരെ. അതെനിക്ക് അവസരം കിട്ടാൻ ചെയ്യാൻ പറ്റുമോ? അവസരം കിട്ടിയപ്പോഴല്ലേ പണ്ട് ഞാൻ ചെയ്തിട്ടുള്ളൂ. ഞാനെങ്ങനെ എനിക്ക് പറയാൻ പറ്റുന്ന ആൾക്കാരോടൊക്കെ എനിക്ക് പറയാൻ പറ്റും. പറയാൻ പറ്റിയ ആൾക്കാരോടൊക്കെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു അതിന് പറ്റിയൊരു വേഷം ഞങ്ങളുടെ സിനിമയിൽ ഇല്ലാന്നല്ല. അങ്ങനെ സിനിമ നമുക്ക് ഉണ്ടാകുമ്പോൾ ചെയ്താൽ മതി എന്ന് എനിക്കൊരു അഡ്വൈസും കൂടി അവർ തന്നിട്ടുണ്ട്. കാരണം ഇപ്പം അങ്ങനെ കയറിയിട്ട് ചെറിയ വേഷങ്ങൾ ചെയ്യണ്ട. പിന്നെ എൻ്റെ നിർബന്ധം കൊണ്ട് ഞാൻ പല ചെറിയ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്, അവരുടെ പടമായതുകൊണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഇനി വരുന്ന 2 സിനിമകൾ എൻ്റെ നല്ല സിനിമകളാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അതിന് വേണ്ടിയുള്ള വെയിറ്റിംഗ് ആണ്. അപ്പോൾ ഞാനും ആലോചിച്ചു, വെറുതെ കുറേ സിനിമകൾ ചെയ്തിട്ട് കാര്യമില്ല. നല്ല സിനിമകൾ എന്ന് പറയുന്നത് ഓടുന്ന സിനിമകൾ, അതിന് നല്ല വേഷമായിരിക്കണം. നമ്മൾ ശ്രദ്ധിക്കണം, നമ്മൾ ചെയ്ത ഒരു വേഷമല്ലാതെ ഒരു വേഷം കിട്ടുമെന്ന് നോക്കണം. പക്ഷേ അശോകൻ, ഞാൻ പറയുന്നത് വെച്ചാൽ അശോകൻ വൈവിധ്യമാർന്ന റോളുകളിൽ ശോഭിച്ചിട്ടുള്ളൊരു നടനാണ്. ഒരു ടൈപ്പ് റോളുകളിൽ മാത്രമല്ല, ഏതെല്ലാം റോളുകളിലും. ഇത് നമ്മൾ കുറേ അവരോട് പറഞ്ഞു, ഇത് നമുക്ക് എന്തെങ്കിലും ഒരു അവാർഡിന് അഴക്കണം. അത് അവർ തന്നെ ഇങ്ങോട്ട് ആദ്യം പറഞ്ഞു, ഇത് അവാർഡിന് അഴക്കുന്ന നല്ലൊരു ക്യാരക്ടറാണ്. ഇതൊക്കെ നമ്മൾ ഭയങ്കര പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഇതൊക്കെ ഒന്നിനും അടിച്ചില്ല എന്നുള്ള സിനിമാ തിയേറ്ററിലേക്ക് തന്നെ മര്യാദക്ക് വന്നില്ല ഈ പടം. പിന്നെ എന്തുകൊണ്ട് അവർ ഒരുപക്ഷെ അശോകനൊരു അംഗീകാരം വാങ്ങി നൽകാൻ കഴിയുമായിരുന്ന ഒരു അഭിനയമായിരുന്നു. അംഗീകാരത്തേക്കാൾ ഉപരി ഇത് കുറേ പേര് കാണുക എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു മാർഗ്ഗം അവരുണ്ടാക്കിയാൽ മതിയായിരുന്നു. നല്ല രീതിയിൽ ഇത് ആ സമയത്ത്. ഈ അശോകനെ കുറിച്ച് ഒരു ഇൻ്റർവ്യൂ നടത്തുന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഞാൻ തന്നെ ഇത് കണ്ടത്. ഞാൻ കാണില്ലായിരുന്നു. അതെ, അപ്പോൾ അതാണ് ആ പടത്തിന് സംഭവിച്ചത്. അല്ലാതെ എനിക്ക് പറ്റിയതല്ല അത്. ആ സിനിമയ്ക്ക് പറ്റിയതും അതിലഭിനയിച്ച് എനിക്കും പറ്റിയതും ഇങ്ങനെയുള്ള കാരണങ്ങളാണ് പലതും. അശോകൻ ഈ പറഞ്ഞ പോലെ ചെറിയ തുണ്ടിൽ അഭിനയിച്ച് ഒരു മുഴുനീള സിനിമയിലേക്ക് വന്ന് വൈവിധ്യമാർന്ന റോളുകൾ അഭിനയിച്ച് എന്തിനേറെ മലയാള സിനിമയിലെ നായക പരിവേഷത്തിലേക്ക് പോലും അശോകൻ ഉയർന്നു. നായകനായിരുന്നു. 1-2 സിനിമകൾ നായകനായിരുന്നു. ആകാശം ചെയ്തു, പിന്നെ കുസൃതി
2 മലയാള സിനിമയിൽ നായകനായിരുന്നു. അങ്ങെത്തി. അതെ, എത്തിയ ശേഷമാണ് താഴേക്കുള്ളൊരു വരും. അല്ല, നായകസ്ഥാനത്തേക്ക് എത്തുക എന്ന് പറഞ്ഞതിനേക്കാൾ ഒരു നടൻ തന്നെ നായകനാണെങ്കിലും അല്ലെങ്കിലും